മമ്മൂട്ടിയെയും ജോഷിയെയും ഡെന്നീസ് ജോസഫിനെയും വെച്ച് സിനിമ എടുത്ത് 3-4 സിനിമകൾ തുടർച്ചയായി പരാജയം രുചിച്ചറിഞ്ഞ ആ നിർമ്മാതാവ് ഇവിടെ ഒരു സിനിമ ചിത്രീകരിക്കുന്നതിന്റെ ഇരട്ടിയോളം ചിലവ് വരും ന്യൂഡൽഹി എന്ന ചിത്രം ന്യൂഡൽഹിയിൽ ചിത്രീകരിക്കുമ്പോൾ. സിനിമ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന ജോയ് തോമസിന്റെ വാക്കുകൾ കേട്ട മമ്മൂട്ടി നേരെ ഓടിച്ചെന്ന് ജോഷിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നമസ്കാരം. വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്ത പ്രമേയവുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. സിനിമാ സംബന്ധിയായ ഒരു വ്യത്യസ്ത അനുഭവം. സൂപ്പർ ഹിറ്റുകളുടെ വഴി. ഒരു സിനിമ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഥ എഴുതി തുടങ്ങി, സെൻസറിങ് കഴിഞ്ഞ്, ഷൂട്ടിംഗ് കഴിഞ്ഞ്, ആ സിനിമ തിയേറ്ററിൽ റിലീസാകുന്നത് വരെയുള്ള നടന്മാരുടെ, അണിയറ പ്രവർത്തകരുടെ, നിർമ്മാതാവിൻ്റെ, എഴുത്തുകാരൻ്റെ, സംവിധായകന്റെ കഷ്ടതകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ആ സിനിമയെ സംബന്ധിയായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നീട് ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, ആ സംഭവങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് സൂപ്പർ ഹിറ്റിന്റെ വഴിയെ എന്ന ഈ സെഗ്മെന്റിലൂടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂപ്പർ ഹിറ്റിന്റെ വഴിയിലേക്ക് ഹർദ്യമായ സ്വാഗതം. സൂപ്പർ ഹിറ്റിന്റെ വഴിയെ എന്ന സെഗ്മെന്റിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ന്യൂഡൽഹി എന്ന എക്കാലത്തെയും മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ അണിയറ കഥകളാണ്. ആ ചിത്രം ഒരുപാട് ദിവസം തിയേറ്ററുകളിൽ ഓടി, നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. പക്ഷേ അന്ന് ആരും അറിഞ്ഞില്ല ഇതിന്റെ പിന്നാമ്പുറ കഥകൾ. ആരും പറഞ്ഞു തന്നില്ല. ആ സിനിമ, അതിന്റെ നിർമ്മാതാവും അതിന്റെ സംവിധായകനും അതിലെ നടന്മാരും ഒക്കെ അനുഭവിച്ച വേദനകള്, പ്രയാസങ്ങള്, ആ സിനിമ തിയേറ്ററിൽ എത്തുന്നവരെയുള്ള രസകരമായ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ന്യൂഡൽഹി എന്ന ചിത്രം. ന്യൂഡൽഹി എന്ന ചിത്രം തിരിച്ചുവരവുകളുടെ തിരിച്ചുവരവ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഈ മമ്മൂട്ടി ചിത്രത്തെ. മമ്മൂട്ടി എന്ന നടൻ ഐതിഹാസികമായി തന്റെ താരപ്പകിട്ടിനെ തിരിച്ചു പിടിച്ച ചിത്രം. കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന സൂത്രവാക്യം മലയാള സിനിമയിൽ നിന്ന് പരാജയപ്പെട്ടു തുടങ്ങിയ കാലം. മമ്മൂട്ടിയുടെ 3-4 സിനിമകൾ അടുത്തടുത്ത് പരാജയപ്പെട്ട സമയം. അതുപോലെ തന്നെ ജോഷി, ഡെന്നീസ് ജോസഫ്, ജോയ് തോമസ് ഇവരുടെ ചിത്രങ്ങളും തുടർച്ചയായി പരാജയപ്പെട്ട സമയം. മമ്മൂട്ടിയുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന നിർമ്മാതാക്കൾ പോലും മമ്മൂട്ടിയെ കണ്ടാൽ ഒഴിഞ്ഞ് നടന്നിരുന്ന കാലം. മമ്മൂട്ടി മലയാള സിനിമയിൽ നിന്ന് ഔട്ടാകും എന്ന് വിമർശകർ വിധി എഴുതിയ കാലം. പക്ഷേ ന്യൂഡൽഹി എന്ന ചിത്രത്തിന്റെ റിലീസോടെ മമ്മൂട്ടി എന്ന നടൻ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മെഗാ സ്റ്റാറിലേക്കുള്ള അദ്ദേഹത്തിന്റെ തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു ആ ചിത്രം. ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതട്ടെ എന്ന് ആദ്യം പറഞ്ഞത് ജോയ് തോമസ് എന്ന നിർമ്മാതാവാണ്. ഇവിടെയാണ് ഒരു നിർമ്മാതാവിന്റെ ശക്തി. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടുള്ള വിശ്വാസം. മമ്മൂട്ടിയെയും ജോഷിയെയും ഡെന്നീസ് ജോസഫിനെയും വെച്ച് സിനിമ എടുത്ത് 3-4 സിനിമകൾ തുടർച്ചയായി പരാജയം രുചിച്ചറിഞ്ഞ ആ നിർമ്മാതാവ് വീണ്ടും പറയുന്നു തിരക്കഥാകൃത്തിനോട് ഡെന്നീസ് ജോസഫ് കഥ എഴുതിയാൽ മതിയെന്ന്. അങ്ങനെ ഡെന്നീസ് ജോസഫ് ഒരുപാട് കഥകൾ ആലോചിച്ചു. അന്ന് സായം സന്ധ്യ, ന്യായവിധി, വീണ്ടും എന്നെ തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു. മമ്മൂട്ടിയും ജോഷിയും ഡെന്നീസ് ജോസഫും മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അവിടെയാണ് ജോയ് തോമസിന്റെ ശക്തി നാം മനസ്സിലാക്കേണ്ടത്. ഇവർ മലയാള സിനിമയിൽ ശക്തരായി തിരിച്ചു വരും എന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ജോയ് തോമസിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡെന്നീസ് ജോസഫ് മമ്മൂട്ടിക്ക് വേണ്ടി ഒരുപാട് കഥകൾ ആലോചിച്ചു. അവസാനം ചെന്ന് നിന്നത് സ്കൂൾ ഉപപാഠ പുസ്തകത്തിലെ പയ്യമ്പള്ളി ചന്തുവിന്റെ കഥ. നമുക്കറിയാം, തച്ചോളി ഉദയനന്റെ ഗുരുവും പൂഴിക്കടകൻ എന്ന അടവ് തച്ചോളി ഉദയനെ നിർദ്ദേശിച്ചു കൊടുക്കുന്ന പയ്യമ്പള്ളി ചന്തു. അങ്ങനെ അതിന്റെ തിരക്കഥ ഡെന്നീസ് ജോസഫ് ഒരുക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയാണ് ഒരു കുഴപ്പം സംഭവിച്ചത്. നമ്മളൊരു കാര്യം ആലോചിക്കണം. വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി കാൽവിരൽ തുമ്പ് മുതൽ തലമുടി ഇഴ വരെ പകർന്നാട്ടം നടത്തി അഭിനയിച്ച് വർഷങ്ങൾക്ക് എത്രയോ പിന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സിനിമയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാജൻ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന
കടത്തനാടൻ അമ്പാടി എന്ന മോഹൻലാൽ ചിത്രം അതേ പശ്ചാത്തലത്തിൽ സിനിമയാക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരേ പശ്ചാത്തലത്തിൽ, വടക്കൻ കഥകളുടെ പശ്ചാത്തലത്തിൽ മമ്മൂട്ടിയെ വെച്ച് ഒന്നുകിൽ പരാജയം അറിഞ്ഞു നിൽക്കുന്ന നിമിഷം ആ നായകനെ വെച്ച് ഇതേ പശ്ചാത്തലത്തിൽ ഒരു കഥ സിനിമയാക്കിയാൽ പ്രേക്ഷകർ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കി ഡെന്നിസ് ജോസഫ് മമ്മൂട്ടിക്കായി വേറെ ചില കഥകൾ ആലോചിച്ചു തുടങ്ങി. അതിന് അദ്ദേഹം പ്രമേയമാക്കിയത്, അമേരിക്കയിൽ പണ്ടൊരു ടാബ്ലോയിഡ് പത്രമുണ്ടായിരുന്നു. ആ പത്രം പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഉടമസ്ഥൻ തൻ്റെ പത്രത്തിൽ ഒരു വാർത്ത നൽകാൻ തീരുമാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത. അതിനായി അദ്ദേഹം ഒരു കൊട്ടേഷൻ സംഘത്തെ പ്രസിഡന്റിനെ കൊല്ലാൻ ഏൽപ്പിച്ചു. എന്നിട്ട് വാർത്ത അച്ചടിച്ച് പത്രമിറക്കി. പക്ഷേ കൊട്ടേഷൻ സംഘത്തിന് ഈ പ്രസിഡന്റിനെ കൊല്ലാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം പത്രമിറങ്ങി പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയുമായി. പക്ഷേ അമേരിക്കൻ പോലീസ് ഈ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ പത്ര ഉടമയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു. ഇതായിരുന്നു ഡെന്നിസ് ജോസഫ്. ഇതിന്റെ കഥാപശ്ചാത്തലത്തിൽ നിന്നെടുത്ത ഒരു ത്രെഡ് ഉപയോഗിച്ചാണ് ഡെന്നിസ് ജോസഫ് ന്യൂഡൽഹി എന്ന ചിത്രത്തിന്റെ കഥ എഴുതാൻ തീരുമാനിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സത്യമോ കെട്ടുകഥയോ, ഇത്തരത്തിൽ ഈ കഥയെ ആസ്പദമാക്കി ഒരുപാട് നോവലുകൾ പിന്നീട് പുറത്തിറങ്ങി. അത്തരത്തിൽ സ്വന്തം മാധ്യമം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രം ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ജേർണലിസ്റ്റായി മാറുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളത്തിലെന്നല്ല ഒരു ഭാഷയിലും സിനിമാ പ്രേക്ഷകർ ഈ കഥ സ്വീകരിക്കില്ല എന്ന ഉറപ്പ് ഡെന്നിസ് ജോസഫിനും ജോഷിക്കും ഉണ്ടായി. അങ്ങനെ അവർ അതിലൊരു പ്രതികാരത്തിന്റെ കഥയും കൂടി കൂട്ടിച്ചേർത്തു. തന്നെ നശിപ്പിക്കുന്ന ചില ആൾക്കാരെ തിരിച്ച് പ്രതികാരം ചെയ്യുന്ന പത്രപ്രവർത്തകൻ. അങ്ങനെയാണ് ന്യൂഡൽഹിയുടെ കഥ ഒരു പ്രതികാരത്തിന്റെ കഥയായി മാറുന്നത്. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇതിന്റെ പശ്ചാത്തലം ഡൽഹി ആയിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ഡെന്നിസ് ജോസഫിന്. അവിടെയാണ് ജോഷിയും ജോയി തോമസും സംശയം പ്രകടിപ്പിച്ചത്. എന്തിനാണ് ഡൽഹി? കാരണം അന്ന് ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെടിയേറ്റ് മരിച്ചിട്ട് അധിക ദിവസമായിരുന്നില്ല. കൂടാതെ മറ്റു ഭാഷകളിലൊന്നും ഡൽഹി എന്ന പശ്ചാത്തലം സിനിമയിൽ വന്നിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഡൽഹിയിൽ എന്തും നടക്കും, എന്ത് അരാജകത്വവും നടക്കും എന്ന ഉറപ്പ് ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി പ്രേക്ഷകരിൽ വിശ്വാസ്യത ജനിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഡൽഹി പശ്ചാത്തലമാക്കാൻ ഡെന്നിസ് ജോസഫ് തീരുമാനിച്ചത്. സിനിമാ രംഗത്തെ മറ്റു ചില പ്രവണതകൾക്കും കൂടി സാക്ഷ്യം വഹിച്ചു ഈ സിനിമ. ന്യൂഡൽഹിയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു സിനിമ ചിത്രീകരിക്കുന്നതിന്റെ ഇരട്ടിയോളം ചിലവ് വരും ന്യൂഡൽഹി എന്ന ചിത്രം ന്യൂഡൽഹിയിൽ ചിത്രീകരിക്കുമ്പോൾ. ഒന്ന്, പരാജിതരെ മാത്രം വെച്ചെടുക്കുന്ന സിനിമ. ജോഷിയുടെയും മമ്മൂട്ടിയുടെയും ഡെന്നിസ് ജോസഫിന്റെയും ജോയ് തോമസിന്റെ കാശടക്കം പരാജയങ്ങൾ രുചിച്ചറിഞ്ഞു നിൽക്കുന്ന സമയം എന്തിന് ഇങ്ങനെ ഒരു സിനിമ ന്യൂഡൽഹിയിൽ വെച്ച് ഇരട്ടി ചെലവിൽ നിർമ്മിക്കണം എന്ന ആശങ്ക പല സുഹൃത്തുക്കളും പല നിർമ്മാതാക്കളും ജോയ് തോമസിനോട് പങ്കുവച്ചു. എന്നിരുന്നാലും ആ ജോയ് തോമസിന്റെ വിശ്വാസം, ഡെന്നിസ് ജോസഫ് ആദ്യമായിട്ട് ഒരു സിനിമ പരാജയപ്പെട്ട തുടർ പരാജയങ്ങൾക്ക് ശേഷം എഴുതുന്ന സിനിമ, അതുകൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് പല തവണ തിരുത്തി എഴുതിയത് പലതും അദ്ദേഹം വലിച്ചു കീറി ചവറ്റുകുട്ടയിലുണ്ട്. അവസാനം ഡൽഹിയിൽ ഷൂട്ടിങ്ങിനായി ജോഷിയോടൊപ്പം വിമാനം കയറുമ്പോൾ ഡെന്നിസ് ജോസഫിന്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 13 സീനുകൾ മാത്രം. കേരള ഹൗസിലിരുന്ന് അന്നത്തെ ഷൂട്ടിങ്ങിന്റെ സീനുകൾ എഴുതി നൽകുകയായിരുന്നു ഡെന്നിസ് ജോസഫ് ചെയ്തത്. ഇന്നത്തെ തലമുറ പോലും അതിശയിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ കാലാവർത്തിയായ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ന്യൂഡൽഹി എന്ന ചിത്രം ഡൽഹിയിൽ ഷൂട്ടിംഗ് തുടങ്ങി വെറും 22 ദിവസം കൊണ്ടാണ് ജോഷി ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. കാരണം അന്ന് ഒരുപാട് ഇത്രയും ടെക്നിക്കലി നമ്മൾ വളർന്നൊരു സമയമായിരുന്നില്ല 87 കാലഘട്ടത്തിൽ. എന്നിട്ടും വെറും 22 ദിവസം കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ആ ക്രാഫ്റ്റാണ് ഇന്നും പഴയ പല സംവിധായകരും മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി പുതിയ തലമുറയോട് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ ജോഷി എന്ന സംവിധായകൻ ഇന്നും സൂപ്പർ ഹിറ്റുകൾ പുതിയ തലമുറയിലെ നടന്മാരെ വെച്ച് പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ജോഷി എന്ന
ആ സംവിധായകന്റെ മികവ്, അന്നത്തെ നിർമ്മാതാവിന് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം, ഡെന്നീസ് ജോസഫിന്റെ പല കഥകളും പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ തിരിച്ചുവരവ്, അതാണ് ന്യൂഡൽഹി എന്ന ചിത്രത്തിന്റെ വിജയം. ന്യൂഡൽഹിയുടെ എഡിറ്റിംഗ് നടക്കുമ്പോഴൊക്കെ പല ആവർത്തി സിനിമ കണ്ട് ഡെന്നീസ് ജോസഫും ജോഷിക്കും പേടിയായിരുന്നു ഈ സിനിമ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സിനിമ, ഈ ഒരു പാറ്റേണിലൊരു സിനിമ വരുന്നത് ആദ്യം, അതുകൊണ്ട് സംശയമായിരുന്നു അവർക്ക് ഈ സിനിമ വിജയിക്കുമോ എന്നുള്ളത്. പിന്നീട് ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത ചിത്രത്തിന്റെ ജോലികളുമായി നായർ സാബ് എന്ന ചിത്രത്തിനായി ജോഷിയും ഡെന്നീസ് ജോസഫും ജമ്മു കാശ്മീരിലേക്ക് പോയി. ആ സമയത്താണ് സെൻസറിങ് ജോലിയുമായി ബന്ധപ്പെട്ട് ജോയ് തോമസ് ഡൽഹിയിലുണ്ടായിരുന്നു. സിനിമ സെൻസറിങ്ങിന് സമർപ്പിച്ചു. അവിടെയാണ് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളുണ്ടായത്. ഈ ആക്ഷൻ രംഗങ്ങളുടെ അതിപ്രസരം ന്യൂഡൽഹി കണ്ടാൽ അറിയാം. ആക്ഷൻ രംഗങ്ങളുടെ അതിപ്രസരം, കൈക്കൂലി കൊടുത്ത് ജുഡീഷ്യറിയെ സ്വാധീനിക്കാനുള്ള ശ്രമം, ഇതൊക്കെ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്ന ഒരു ഉദ്ദേശം ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ടാകാം സെൻസറിംഗ് ബോർഡ് ഈ സിനിമ നിരസിച്ചു. അവസാനം റിവൈസിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ പോയി വളരെ ബുദ്ധിമുട്ടിയാണ് ജോയ് തോമസ് ഇതിന്റെ സെൻസറിംഗ് നടത്തി പ്രദർശനത്തിന് തയ്യാറാക്കിയത്. 1987 ജൂലൈ മാസം 24 അന്നാണ് ന്യൂഡൽഹി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം റിലീസായത്. ചിത്രം റിലീസ് ചെയ്യുന്ന ദിവസം ഷൂട്ടിംഗ് നിർത്തിവെച്ച് ആകാംക്ഷയോടെ ടെലഫോണിന്റെ സമീപം സിനിമയുടെ നായർ സാബിന്റെ അണിയറ പ്രവർത്തകർ, അവർ തന്നെയാണ് ന്യൂഡൽഹി എന്ന ചിത്രത്തിന്റെയും അണിയറ പ്രവർത്തകർ, അവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ടെലഫോൺ വരുന്നതും കാത്ത്. അപ്പോൾ ഏകദേശം നൂൺ ഷോ കഴിഞ്ഞു, എന്നിട്ടും കോള് വരുന്നില്ല. മമ്മൂട്ടി, ജോഷി, ഡെന്നീസ് ജോസഫ് എല്ലാം ഫ്ലാറ്റിന് താഴെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആ മനുഷ്യന്റെ പാഷൻ, 50 വർഷമായി അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആകാംക്ഷ ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോഴും അത് അദ്ദേഹം അഭിനയിക്കുന്ന ആദ്യ സിനിമയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം ഏത് സിനിമയും വിജയിക്കണം, ഏതൊരു ചെറിയ വേഷമായിരുന്നാലും അത് വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി. അതാണ് അദ്ദേഹത്തിന്റെ സിനിമയുടെ വിജയ രഹസ്യവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 2-3 മണിയോട് അടുത്ത് കാണും പെട്ടെന്നൊരു ടെലഫോൺ കോൾ. ആരെക്കാലും മുമ്പേ ഓടിച്ചെന്നെടുത്തത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ടെലഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ അവിടുന്ന് ജോയ് തോമസിന്റെ ശബ്ദം. സിനിമ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന ജോയ് തോമസിന്റെ വാക്കുകൾ കേട്ട മമ്മൂട്ടി നേരെ ഓടിച്ചെന്ന് ജോഷിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതെ, അവരുടെ കഠിന പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു. ന്യൂഡൽഹി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ചരിത്രമായി. അങ്ങനെ ആ മമ്മൂട്ടി, ജോഷി, ഡെന്നീസ് ജോസഫ് കൂട്ടുകെട്ടിന്റെ തിരിച്ചുവരവ് കൂടിയായി ഈ ചിത്രം. 150-ലധികം ദിവസങ്ങൾ തിയേറ്ററിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രം. സൂപ്പർ ഹിറ്റിന്റെ വഴിയെ എന്ന ഈ സെഗ്മെന്റിൽ പുതിയൊരു സിനിമാ കഥയുമായി വീണ്ടും കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.